ഈ കരയാക്രമണത്തിന് US ശ്രമിക്കുന്നു എന്നുള്ളൊരു വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ ഈ നിരീക്ഷണ മുന്നറിയിപ്പുള്ള വിമാനം തകർത്തു എന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കുന്നത്. എന്തായാലും ഈ US പറക്കും റഡാർ സംവിധാനമാണ് ഇറാൻ തകർത്തത് എന്നുള്ളതാണ് ഇറാൻ തന്നെ പറയുന്നത്. അതെന്തായാലും US വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനെക്കുറിച്ച് എന്തായാലും US ഒരു സ്ഥിരീകരണം നിലവിൽ ഇപ്പോൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ സിറിയയിലെ അമേരിക്കൻ ഉൾപ്പെടെ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിനിടയിൽ അമേരിക്ക ഇസ്രായേൽ ബന്ധമുള്ള സർവകലാശാലകളും ആക്രമിക്കുമെന്നുള്ളൊരു ഭീഷണിയൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം അതിന് മുൻപ് തന്നെ ഇസ്രായേലും അമേരിക്കയും കൂടി സർവകലാശാലകൾ തകർത്തതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും പശ്ചിമേഷ്യൻ സംഘർഷം തുടരുകയാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ സമവായത്തിലേക്കൊക്കെ എത്തുന്നു, ചർച്ചകൾ നടക്കാൻ പോകുന്നൊക്കെയുള്ള ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നും നാളെയുമായിട്ട് ഒരു ചർച്ച പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചർച്ച നടക്കാനുള്ള ഒരു സൂചനയുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതിലേക്ക് ആദ്യ സമയങ്ങളിൽ പുറത്തു വന്നിരുന്ന വിവരമനുസരിച്ച് ഇറാൻ അമേരിക്കയുമായുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു, അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് നടപടി വരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും ഉന്നതതല യോഗം ഇസ്ലാമാബാദിൽ നടക്കുന്നുണ്ട്. അവിടെ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി പോലെയുള്ള രാജ്യങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമുക്കറിയുന്നത് പോലെ നേരത്തെ അമേരിക്കയുമായുള്ള ഒരു ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.